ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചാരു തൻ്റെ അനിയത്തിയെ കാണാൻ പോവാണ്. ആകാശ് തന്നെ പ്രണയിക്കുന്നുണ്ടെന്ന സത്യം ഈ പറയുന്ന അരവിന്ദനോട് പറയുന്നത് താൻ കേട്ടു എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കി തൻ്റെ അനിയത്തിയുടെ അടുത്തോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ തന്നെ ശാന്തപ്പനും കുഞ്ഞുമോളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ അവരൊന്നും വില വെക്കാതെ തൻ്റെ ബൈക്ക് അവിടെ ഇട്ടിട്ട് പിന്നീട് തൻ്റെ അനിയത്തിയോടടുത്ത് ഓടി ചെല്ലണം കേട്ടോ. എന്നിട്ട് അനിയത്തിയോട് പറയുകയാണ്, അവിടെ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കണം കേട്ടോ. അതായത് തൻ്റെ കൂട്ടുകാരിയോട് കാണിച്ച അതേ രീതിയിലുള്ള ഡാൻസൊക്കെയാണ് കേട്ടോ കളിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് കുഞ്ഞുമോൾ പറയാണ്, എന്താ ഈ പെണ്ണിന് എന്താ വട്ടായോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അനിയത്തി ചോദിക്കുകയാണ്, എന്താ ചേച്ചി ഇത്ര വല്ലാത്ത സന്തോഷം, എൻ്റെ ചേച്ചിക്ക് എന്താണ് ഇത്ര വല്ലാത്ത സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ പറയണേ, എടി ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷമാണ്. എന്താണെന്നറിയോ, എന്നെ അക്കുച്ചേട്ടൻ പ്രണയിക്കുന്നുണ്ടെന്ന് സത്യം ഇവിടെ പറഞ്ഞത് ഞാൻ കേട്ടു എന്ന് പറയണം കേട്ടോ. ഇതങ്ങ് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ പറയണം, ഓ അക്കുച്ചേട്ടൻ പ്രണയിക്കുന്നുണ്ടെന്ന് ഞാൻ അപ്പോഴേ ചേച്ചിയോട് പറഞ്ഞതല്ലേ. അപ്പോഴേക്കും ശാന്തപ്പം പറയണേ, എടി നീ ഓരോന്ന് കേട്ടിട്ട് ആദ്യമേ അങ്ങ് പിടിച്ചിട്ട് നീ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കണ്ട, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, നിന്നെ ആകാശമൊന്നും ഒരിക്കലും സ്നേഹിക്കില്ല. അപ്പോൾ അത് കേട്ട ഉടനെ കാക്കത്തി പറയണേ, എന്നെ എൻ്റെ ഭർത്താവ് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ എത്ര പ്രശ്നം, നിങ്ങൾക്ക് എന്താ എത്ര പൊള്ളൽ, എന്നെ സ്നേഹിക്കാൻ പാടില്ലേ, അക്കുച്ചേട്ടൻ എന്നെ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചാടുകയാണ് കേട്ടോ ചാരു. അപ്പോൾ ഈ സമയം കുഞ്ഞുമോൾ പറയണേ, നീ വല്ലാതെ കിടന്ന് ചിലക്കാതെ, നീ ചില നിർത്ത്. കാരണം എന്തെന്ന് വെച്ചാൽ നിൻ്റെ ഭർത്താവ് സ്നേഹിക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഇത് നീ എങ്ങനെ കേട്ടു, അവൻ നിൻ്റെ മുഖത്തടിച്ച് പറഞ്ഞു, അവൻ നിന്നോട് മുഖത്തടിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നിന്നെ പ്രണയിക്കുന്നുണ്ടെന്നുള്ള സത്യം അവൻ നിന്നോട് മുഖത്തടിച്ച് പറഞ്ഞു. അത് കേൾക്കുന്ന കാക്കത്തി ഒന്നും പതറുന്നുണ്ട് കേട്ടോ. എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ, നീ അരവിന്ദനോട് പറയുന്നത് കേട്ടതല്ലേ, അത് അരവിന്ദൻ കെട്ടാൻ വെച്ച പെണ്ണായിരുന്നല്ലോ നീ. അപ്പോൾ അവൻ്റെ പിന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ആകാശം എങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് കരുതിയിട്ട് ഇനി ഇത്ര വല്ലാതെ സന്തോഷിക്കണ്ട. ഇഷ്ടമുണ്ടെങ്കിൽ നിൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ള ആ ചങ്കുറ്റം അവന് കാണിക്കണം, അത് ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ കക്കുത്തിക്ക് ഭയങ്കര വിഷമമാവാണ് കേട്ടോ. അങ്ങനെ കക്കുത്തി അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ ചാരു ഭയങ്കര വിഷമത്തോട് കൂടി പോകുമ്പോൾ എൻ്റെ അനിയത്തി പിറകിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ചേച്ചി അവിടെ നിൽക്ക്, ചേച്ചി അവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമെങ്കിലും കൂടി ആ വിളിക്ക് അവിടെ ഉത്തരം നൽകില്ല കേട്ടോ. പിന്നീട് അനിയത്തി, എന്തിനാ അമ്മേ ചേച്ചി എങ്ങനെ സങ്കടപ്പെടുന്നു, നീ എൻ്റെ പണിയൊക്കെ പൊടി എന്ന് പറയാൻ കേട്ടോ. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ എന്തായാലും ഇടപെടണ്ട, നീ എൻ്റെ പണിയൊക്കെ പൊടി എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയണേ. പിന്നീട് വീട്ടിലെത്തുമ്പോൾ തൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന ആകാശിനെയാണ്. ആകാശ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ കാക്കുത്തിയോട് എനിക്ക് തീരാത്ത പ്രണയമാണ്. പക്ഷേ എൻ്റെ കാക്കുത്തി ഇത് മനസ്സിലാക്കണം, അതിനെന്താ വഴി, ഹലുവയും ഈ പറയുന്ന മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നാലേ അത് വേണ്ട എന്ന് താൻ തന്നെ തന്നോട് പറയാണ്. അത് വേണ്ട, അതെന്തായാലും ഹലുവയും മുല്ലപ്പൂവും വാങ്ങിച്ചു കൊടുത്ത എന്നാൾ പാളിപ്പോയതുപോലെ ഇപ്രാവശ്യം പാളിപ്പോവും, അപ്പോൾ അത് വേണ്ട, അത് ഒഴിവാക്കാം എന്നിങ്ങനെ തനിയെ നിന്ന് പറയുന്നു കേട്ടോ. എന്നിട്ട് പറയണ, ഏറ്റവും നല്ല മാർഗ്ഗം കാക്കത്തിയും കൊണ്ട് പുറത്തോട്ടൊന്ന് യാത്ര ചെയ്യുക. അത് കാക്കത്തിക്ക് നല്ല ഇഷ്ടമായിരിക്കും, ഒരു ബൈക്കിൽ തൊട്ടുരുമ്മി പോകുന്നതിൻ്റെ സുഖം അത് വേറെ തന്നെയല്ലേ. അപ്പോൾ കാക്കത്തി അതിന് വലിയ ഇഷ്ടപ്പെടുന്നുണ്ടാവും. എവിടെ ബൈക്കിൻ്റെ ചാവി എന്നൊക്കെ പറഞ്ഞിട്ട് താൻ അവിടെ ഇവിടെയൊക്കെ ബൈക്കിൻ്റെ ചാവി തപ്പുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ എത്ര തപ്പിയിട്ടും എൻ്റെ ബൈക്കിൻ്റെ ചാവി കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ബൈക്കിൻ്റെ ചാവി ഇപ്പോൾ എവിടെ പോയത് എന്നൊക്കെ പറഞ്ഞ് ഷെൽഫ് തപ്പുന്നു, പിന്നീട് അപ്പുറം തുറക്കുന്നു ഇപ്പുറം തുറക്കുന്നു, അവിടെ പിന്നീട് തൻ്റെ ബുക്സുകൾ വെച്ചിരിക്കുന്ന ആ ഷെൽഫ് തുറക്കണം കേട്ടോ. അങ്ങനെ ബുക്സിൽ ഇങ്ങനെ ഓരോന്നായി എടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഒരു കടലാസ് തുണ്ട് താഴോട്ട് വീഴുകയാണ് കേട്ടോ. ഇത് കാണുന്നതിനോട് കൂടി ഇതിപ്പോൾ എന്താ ഒരു കടലാസ് തുണ്ട് എൻ്റെ ബുക്കിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആകാശ് സാധാ ഒരു തുണ്ട് കാണുമ്പോൾ അതൊന്ന് നിവർത്തി നോക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ അക്കുച്ചേട്ടനെ എന്ന് പറഞ്ഞിട്ട് വരികൾ തുടങ്ങുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന കാക്കത്തിയുടെ ലെറ്ററാണെന്ന് മനസ്സിലായി. അക്കുച്ചേട്ടൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കയറി വരാൻ പാടില്ലാത്തൊരു പെണ്ണാണെന്ന് എനിക്കറിയാം. അക്കുച്ചേട്ടൻ ശ്രേയയെ മതിമറന്ന് സ്നേഹിച്ചിരുന്നു എനിക്കറിയാം. പ്രണയം എന്ന് പറയുന്നത് എത്രത്തോളം ദൃഢമായ ഒരു ബന്ധമാണെന്ന് എനിക്കറിയാം. കാരണം പ്രണയം ഒരു താലി കഴുത്തിൽ വീഴുന്നത് പോലെ തന്നെ നെഞ്ചിൽ തറച്ചു വെച്ചതുപോലെയുള്ള ആ ഒരു സ്നേഹം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ട് ഒരു കട്ടുറുമ്പിനെ പോലെ കയറി വന്നവളാണ് ഞാൻ. പക്ഷേ എനിക്കൊരിക്കലും അക്കുച്ചേട്ടൻ നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥത കളയണമെന്നോ സമാധാനം കളയണമെന്നോ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. അക്കുച്ചേട്ടനും ശ്രേയ ഒരുമിച്ച് ജീവിക്കണം. ഒരിക്കലും അക്കുച്ചേട്ടൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു കരടായി നിൽക്കില്ല. അപ്പോൾ ആകാശം ആകെ നെഞ്ച് തകരാണ് കേട്ടോ. ഈശ്വര, എൻ്റെ കാക്കുത്തി ഈ ശ്രേയയെ പ്രണയിച്ചത് അറിഞ്ഞോ എന്നുള്ള ആ ഒരു പതർച്ചയാണ് കേട്ടോ.
അപ്പോൾ ഈ സമയം കാക്കുത്തിയുടെ അടുത്ത വരികൾ വായിക്കുകയാണ് കേട്ടോ. കാക്കുത്തി പറയുകയാണ്, ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഞാനൊരു തടസ്സമാവില്ല. അക്കുച്ചേട്ടൻ സമാധാനത്തോടെ ഇരുന്നോ. ഈ ലെറ്റർ എഴുതാൻ എനിക്ക് നല്ല സങ്കടമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ അക്കുച്ചേട്ടൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ് അക്കുച്ചേട്ടൻ്റെ സമാധാന വാക്കുകൾ തരേണ്ടതവളാണ് ഞാൻ. പക്ഷേ എനിക്കങ്ങനെ തരാൻ കഴിയുന്നില്ല. അക്കുച്ചേട്ടൻ്റെ മുഖത്ത് നോക്കി ഇതൊന്നും പറയാനുള്ള ആ ഒരു മനക്കെട്ടി എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ലെറ്ററാക്കി എഴുതിയിരിക്കുന്നത്. എന്നാണ് അക്കുച്ചേട്ടൻ ഈ ലെറ്റർ കാണുക എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അക്കുച്ചേട്ടൻ സമാധാനത്തിൽ ഇരുന്നു. ഒരിക്കലും അക്കുച്ചേട്ടൻ്റെ ജീവിതത്തിൽ കയറി പറ്റില്ല ഈ കാക്കുത്തി. വലിഞ്ഞു കയറി വന്നവൾ തന്നെയാണ്. പ്രണയിച്ചവരാണ് ഒന്നിക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്നും അക്കുച്ചേട്ടൻ എങ്ങനെയാണോ മാറേണ്ടതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു വഴി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ മാറിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ലെറ്ററാണ് കേട്ടോ. ഇത് കാണുന്നതിനോടുകൂടി തന്നെ ഇടനെഞ്ച് പൊട്ടുകയാണ്. തനിക്ക് വേദന സഹിക്കുന്നില്ല. അങ്ങനെ താനിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കണം, ഈശ്വരാ, ഞാൻ ചെയ്ത ഒരു വലിയ തെറ്റ് തന്നെയാണ്. ഈ പറയുന്ന കാക്കത്തിയോട് ഞാൻ പറയണമായിരുന്നു. കാക്കത്തിയെ ഒരു കാലത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചു കളയാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ കാക്കുത്തി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാണനാണ്. അവളോട് അപ്പോൾ ഞാനെല്ലാം തുറന്നു പറയണമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെയാണ് തെറ്റ് പറ്റിയിരിക്കുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ കാക്കുത്തിയോട് ഞാൻ പറയണമായിരുന്നു, ഞാനിങ്ങനെ പ്രണയിച്ചിരുന്നു. അപ്പോൾ ഇനി എനിക്ക് ശ്രേയ വേണ്ട. ശ്രേയയെ പ്രണയിച്ചത് ഇനി മറന്നു. ഇനി എൻ്റെ ജീവിതത്തിൽ എന്നും കാക്കത്തിയായിരിക്കും. കാക്കത്തിയോട് അത്ര എനിക്കിഷ്ടമാണ്. എൻ്റെ അച്ഛൻ തന്ന മഹാലക്ഷ്മിയാണ് എന്നൊക്കെ ഞാൻ അവളോട് പറയണമായിരുന്നു. പക്ഷെ ഞാനിത് ചെയ്ത വലിയ തെറ്റായി എന്നൊക്കെ താൻ തന്നോട് തന്നെ ഇങ്ങനെ ഒരുപാട് വട്ടം പറഞ്ഞും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം എന്തായാലും അവളോട് ഇനി തുറന്നു പറയണം. ഇനി എന്തായാലും തടസ്സമായി ഞാൻ നിൽക്കരുത്. ഇനി അവളോട് തുറന്നു പറയുക തന്നെ വേണം. എല്ലാം മുഖത്തടിച്ച് അവളോട് പറഞ്ഞെങ്കിലാണ് അവൾക്ക് അവളുടെ മനസ്സിലെ സങ്കടങ്ങൾ നീങ്ങത്തുള്ളൂ. അതുകൊണ്ട് ഞാനത് പറയാൻ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് ആകാശ് പുറത്തോട്ട് വരികയാണ് കേട്ടോ. ഇതേ സമയം കാക്കുത്തിയാണെങ്കിൽ തൻ്റെ അമ്മയുടെ മുന്നിൽ പോയി പൊട്ടിക്കരയാണ്. അമ്മേ, തെറ്റും ശരിയും കാക്കുത്തിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ മകള് എല്ലാവരുടെയും മുന്നിൽ പറ്റിക്കപ്പെടുകയാണോ എന്നും എനിക്കറിയില്ല. പക്ഷേ ആകാശേട്ടൻ അരവിന്ദേട്ടനോട് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ഒരു നിമിഷത്തേക്ക് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയ ആ ഒരു സന്തോഷമായിരുന്നു. നമ്മുടെ വീട്ടിലോട്ട് ഞാൻ പോയി. പക്ഷേ ആ സമയം എന്നോട് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ എന്നെ പ്രണയിക്കുന്നുണ്ടാവില്ലേ ആകാശേട്ടൻ ഒരുപക്ഷെ വിജയത്തിന് വേണ്ടി പറഞ്ഞതാണോ എന്നൊക്കെ താൻ തന്നെ തന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ പൊട്ടിക്കരയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഗോവിന്ദമാമ കടന്നു വരുന്നത്. ഗോവിന്ദമാമ ചോദിക്കുകയാണ്, എന്താ മോളെ നീ ഇങ്ങനെ കരയുന്നത്? നിൻ്റെ അമ്മയോട് എന്താ സങ്കടം പറയുന്നത്? എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആകെ സ്വസ്ഥതയും സമാധാനം കിട്ടുന്നത് എൻ്റെ അമ്മയുടെ മുന്നിൽ വരുമ്പോഴാണ്. എൻ്റെ അമ്മ ജീവിച്ചിരിപ്പില്ല, അത് സത്യം തന്നെയാണ്. പക്ഷേ ജീവിച്ചിരിപ്പില്ലെങ്കിലും എൻ്റെ അമ്മ എനിക്കൊപ്പമുണ്ടെന്നൊരു വിശ്വാസമാണ്. എൻ്റെ അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ കിട്ടുന്ന മാനസിക സുഖമുണ്ടല്ലോ, അത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ അമ്മയോട് എല്ലാം പറയാം. അതിന് മാത്രം എന്താ നിനക്കിപ്പോഴത്തെ സങ്കടം ഉണ്ടായതെന്നൊക്കെ ചോദിക്കുമ്പോൾ കാക്കുത്തി ഒരു പൊട്ടിയാണ്. കാക്കുത്തി എല്ലാവർക്കും ഇടയിൽ പൊട്ടിയായും കൊണ്ടിരിക്കുകയാണ്. ഗോവിന്ദമാമക്ക് എല്ലാ സത്യങ്ങളും അറിയാവുന്ന ഒരു കാര്യമല്ലേ. ഗോവിന്ദമാമക്ക് അറിയാം. എന്നിട്ടും ഗോവിന്ദമാമ എന്തിനാ എന്നോടൊന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? എന്താ മോളപ്പോൾ അതിനെന്താ പ്രശ്നം? ആകാശിന് എന്നോട് എന്താ ചെയ്തത്? അപ്പോൾ ഉടൻ തന്നെ ആകാശേട്ടൻ എന്നോടൊന്നും ചെയ്തില്ല. ആകാശേട്ടനോട് ഞാനല്ലേ ചെയ്തത്. ഒരിക്കലും കടന്നു വരാൻ പാടില്ലാത്ത ഒരു അതിഥിയായി ആകാശേട്ടൻ്റെ ജീവിതത്തിലോട്ട് വന്ന ആൾ ഞാനല്ല. അപ്പോൾ ഞാനല്ലേ ശരിക്കും തെറ്റുകാരി എന്നൊക്കെ പറഞ്ഞ് കഥ തുടരുമ്പോൾ ഉടൻ തന്നെ ഗോവിന്ദമാമ, അങ്ങനെയല്ല മോളെ, ആകാശിൻ്റെ സ്നേഹം എന്താണെന്നുള്ളത് നീ തിരിച്ചറിയണം. അവൻ എന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ കാക്കത്തി ചോദിക്കുകയാണ്, പ്രാണനെ പോലെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഗോവിന്ദമാമയും മറ്റുള്ളവർക്ക് മുന്നിലൊക്കെ ആകാശേട്ടൻ പറയുമെങ്കിലും കൂടി എന്നോട് ഇന്നേ വരെ ആകാശേട്ടൻ എന്നോട് സ്നേഹമുണ്ടെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനല്ലേ പൊട്ടി, ശരിക്കും ഞാൻ തന്നെയാണ് പൊട്ടി. കാരണം എന്നോട് സ്നേഹം തുറന്ന് പറഞ്ഞിട്ടല്ലേ അത് ആ ഒരു പ്രണയത്തിന് അർത്ഥമുള്ളൂ. അല്ലാതെ കണ്ടിട്ട് ആരോടെങ്കിലും പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കാക്കുത്തി അവിടെ നിന്ന് കരഞ്ഞു പോവാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഗോവിന്ദമാമ ഒരു തീരുമാനം എടുക്കുകയാണ്. എന്തായാലും വേണ്ടില്ല, അവളിനി സത്യങ്ങൾ അറിയണം. ആകാശിൻ്റെ മനസ്സിൽ എത്രത്തോളം അവൾക്ക് ഇടം നേടിയിട്ടുണ്ടെന്നുള്ള സത്യം അവൾ അറിയണം എന്നുള്ള ആ ഒരു തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അടുത്ത് വരാനിരിക്കുന്ന എപ്പിസോഡ് ഇതാണ് കേട്ടോ.